ശശി, ശശി, നീ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ. നിനക്ക് സമനില തെറ്റിയോ? ഞാൻ പിന്നെന്താ ചെയ്യട്ടെ? ഇതുവരെ ആ ഫോൺ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. അതോർക്കുമ്പോ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശിവ. ഞാൻ എന്താ പിന്നെ ചെയ്യട്ടെ? എനിക്ക് ജീവിക്കണ്ട ശിവ. എനിക്ക് മരിച്ചാ അടിച്ച് ഞാൻ നിന്നെ. നീ മരിച്ച ആ ഫോൺ തിരികെ കിട്ടോ? അതോ ആ വീഡിയോ പുറത്ത് വരാതിരിക്കോ? ഒരു പ്രോബ്ലം വന്ന ആദ്യമേ മരിക്കാൻ പോകുന്ന അല്ല സൊല്യൂഷൻ. അങ്ങനെ ചിന്തിച്ച എല്ലാ മനുഷ്യന്മാർക്കും മരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എടാ, എല്ലാ വഴിയും നമ്മൾ നോക്കി, ഇനി നമുക്ക് നോക്കാം. ആ ഫോൺ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നോക്ക് ശശി, നമ്മൾ ചെയ്ത് തെറ്റാ. നമ്മൾ ചെയ്ത് തെറ്റ് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചാൽ മതിയാവും. നമുക്ക് ഫേസ് ചെയ്യാം. എന്ത് കോൺസിക്വൻസ് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം. എന്ത് പ്രശ്നം വന്നാലും അത് നിന്നെ ബാധിക്കാതെ ഞാൻ തീർച്ചയായും നോക്കിക്കോളാം. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ശശി. നിനക്ക് തുണയെ ഞാനുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഫേസ് ചെയ്യാം. നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യാം. ബട്ട് ചേർന്നല്ല, ഒറ്റയ്ക്ക്. എന്തെന്ന് വെച്ചാ, ഫോൺ കളഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ നിന്നെ വിട്ടു പോവാൻ ഞാൻ തീരുമാനിച്ചതാ. ശശി, പ്ലീസ് ഡോണ്ട് ട്രൈ ടു സ്റ്റോപ്പ് മീ. പിരിയുമോ കനവു തകരുമോ വഴിമുറിയുമോ മനസ്സു വിങ്ങുന്ന പോലെ. ഇതെങ്കിലും നിനക്ക് വാങ്ങിച്ചൂടെ? നിനക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. അതുപോട്ടെ, ടാബ്ലറ്റ് എപ്പോഴാണ് കഴിക്കേണ്ടത് നിനക്കറിയോ? ഫീവർ വരുമ്പോ. അങ്ങനല്ല, ഫീവർ ഉള്ളപ്പോ നമ്മുടെ അടുത്ത് ആരും നോക്കാനില്ലാത്ത സമയത്തും സ്നേഹിക്കുന്നവന് കൂടെ ഉണ്ടായിരിക്കുമ്പോഴും നോക്കാതിരിക്കില്ലേ? അപ്പൊ വേണം ടാബ്ലറ്റ് കഴിക്കാൻ. ഇപ്പൊ ഞാനുണ്ടല്ലോ. ഞാനോ നീയും ഞാനും നില പോലങ്ങു മാഞ്ഞിടുന്നു വാനം. പിരിയുമോ കനവു തകരുമോ. പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ശശി. ഇവിടെ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെന്ന് ശരിക്കൊന്ന് നോക്കിയിട്ട് പൊക്കോ. പോയ പിന്നെ നീ തിരിച്ചു വരില്ലല്ലോ. ഇത് 2 സ്പൂണും കൂടെ ഉള്ളൂ, കഴിക്കേ. മതി, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. സോറി ശിവ.
ഈ സമയത്ത് എനിക്ക് മൂഡ് സ്വിങ്സ് കൂടുതലാ, അതുകൊണ്ടാ. കമോൺ ശശി, ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഐ നോ. ഐ റെസ്പെക്ട് യു ആസ് എ ഗേൾ ഫസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് ഐ ലവ് യു ആസ് മൈ ഗേൾ. ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ശശി. പക്ഷെ നിന്നെ ചൂസ് ചെയ്തതിനു ശേഷം എന്റെ തെറ്റുകളെല്ലാം ഞാൻ ശരിയാക്കി. ദയവ് ചെയ്ത് നീ ഏതൊരു തെറ്റായി കാണരുത്. എന്നോടുള്ള പഴയ സ്നേഹമൊന്നും ഇപ്പൊ ഇല്ലല്ലേ? എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ. ഏതൊരു പയ്യനും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പുറകെ നടക്കുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് അവളത് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഒരിക്കലും ഉണ്ടാവില്ല ശശി. എന്താന്ന് വെച്ചാ ആ പെൺകുട്ടി യെസ് ആണോ നോ ആണോ പറയുന്നെന്നുള്ള ഭയം, ആ പെൺകുട്ടി അത് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം അവൾ അവന്റെ സ്വന്തമാണെന്നുള്ള ധൈര്യം. ഭയം എപ്പോഴും നമ്മളെ കീഴടക്കും, പക്ഷേ ധൈര്യം നമ്മളെ ശാന്തമായി നിർത്തും. ശിവ, ആ ഫ്യൂച്ചറിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാ? വഴക്കുണ്ടായ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. അല്ല, നിനക്ക് ദേഷ്യം വന്നാലോ? ഞാനെങ്കിൽ സെയിം. അപ്പൊ ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കാം. ഒരു പ്രാവശ്യം മോശമായ ആളെ പ്രേമിച്ച് തെറ്റ് ചെയ്തു ഞാൻ. അതിന്റെ വിഷമം നിന്നെ എനിക്ക് കിട്ടിയതിനു ശേഷം മാറിയത്. ഐ ലവ് യു ഫോർ എവർ എവർ ആൻഡ് എവർ. ഫ്യൂച്ചറിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോയില്ല. നീ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല ശശി. നീയോ ഞാനോ നീയും ഞാനും നിലാപോലും മാഞ്ഞിടുന്നു വാനം. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ നീ തടഞ്ഞു നിർത്താൻ പോലും നിനക്ക് തോന്നില്ലല്ലോ. അത്രയ്ക്ക് ദേഷ്യമാണ് എന്നോട്. എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടല്ലേ. മനസ്സ് നീരാളമോ വിതുര മുരുകണ മിഴിയാകയും ഈ വേളയിൽ പതിയകലും ഈ ജന്മവും വരികയുതിരണം നീ സ്നേഹമേ. ഗമനി പദമപാഗ എന്നെ എന്താ നീ തടയാഞ്ഞ്? നീ തന്നെയല്ലേ ഡോണ്ട് ട്രൈ ടു സ്റ്റോപ്പ് മീ എന്ന് പറഞ്ഞത്? എന്ന് വെച്ച് എന്നെ അങ്ങനെ പറഞ്ഞു വിടുവോ നീ? അങ്ങനെ ഒരു മനസ്സുണ്ടോ നിനക്ക്? നീ കരയില്ലടാ. എന്താന്ന് വെച്ചാ നിനക്കല്ലേ മൈൻഡ് റീഡിങ് നന്നായിട്ട് അറിയാവുന്ന. എന്റെ മനസ്സിലുള്ളത് നീയല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഞാനിപ്പോ ഓടി താഴെ വന്നില്ലേ? നീ വന്നില്ലായിരുന്നെങ്കിലും ഞാൻ പോയില്ലായിരുന്നു. ഐ ലവ് യു ശശി. ഐ ലവ് യു ശിവ. രാവിലെ മുതലേ ഈ ഇഷ്ടമൊക്കെ നീ എങ്ങനെയാടി മറച്ചു വെച്ചത്? അത് പറ ആദ്യം. അതുപോലെ നീ കാരണോ? എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഒന്ന് തിരിഞ്ഞേ. ഒരു സോറി പറഞ്ഞേ. സോറിയോ? യെസ്. എന്തിന്? അത് എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഡാ ഇങ്ങോട്ട് വാ. ഹായ് അങ്കിൾ. അങ്കിള് തന്നെ. എന്റെ മകൻ എല്ലാ ദിവസവും നിന്റെ വീട്ടിൽ വന്ന് കളിക്കുന്നതല്ലേ? ആ, അതിന് അപ്പൊ ആവശ്യമില്ലാത്ത സാധനം സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ കൊടുത്തുവിടാൻ പാടുണ്ടോ? എടുത്തോണ്ട് പോകാൻ പാടില്ലാത്താണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നേ? എടുത്തോണ്ട് പോകാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു വിട്ടത്?
എന്തിനാണ് കൊടുത്തയച്ചത്? പറയൂ, എന്തിനാണ് കൊടുത്തത്? ഫോൺ എന്തിന് കൊടുത്തു? അങ്കിൾ അങ്കിൾ എഴുന്നേക്ക് അങ്കിൾ. എന്താടാ? ഫോൺ ഒന്ന് വേണം അങ്കിൾ, പബ്ജി കളിക്കാനാ. ഇവിടെ എവിടെങ്കിലും ഉണ്ടാവൂടാ, പോയി നോക്ക്. താങ്ക്സ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എടാ ടീച്ചർ വന്നിട്ട് എടുത്ത് ബാഗിൽ വെക്ക് വേഗോട്ടെ. എടാ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്. Someone got the call. കോൾ അഗൈൻ. വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നേ, വേഗം സ്വിച്ച് ഓഫ് ചെയ്യടാ. ശിവ, നമ്മുടെ ഫോൺ ആരോ ഓൺ ചെയ്തു. വാട്ട്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ദേർ. എന്തു പറ്റി? GPS ഓഫ് ചെയ്തു. വാട്ട്? ഷിറ്റ്. അയ്യോ, ഇത് കൊള്ളാം. ഛേന്ന് പറയേണ്ടത് നിങ്ങളല്ല, ഞാനാ പറയേണ്ടത്. ഛേ, സ്കൂളിൽ നിന്ന്, ട്യൂഷൻ സെന്ററിൽ നിന്ന് നാട്ടുകാർ മുഴുവൻ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചോണ്ടിരിക്കുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാണ് ഫോൺ കൊടുത്തെന്ന് ചോദിച്ച് ചീത്ത വിളിക്കുക. അതുകൊണ്ട് എന്നോട് സോറി പറ. സോറി ഏട്ടാ. ആഹാ, ഒരു സോറി പറഞ്ഞാൽ അങ്ങ് തീരൂ. എല്ലാരും അങ്ങ് ഈസി ആയിട്ട് അങ്ങ് പറയും ഇല്ലേ? കൊച്ചിനെ വളർത്താൻ അറിയാൻ പാടില്ല എന്നിട്ടാന്ന് ഒന്ന് ബഹളം വെച്ച് കൈകൊട്ടി ചിരിക്കാമല്ലോ. നിങ്ങളെ പോലെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. സോറി ഞങ്ങൾ പറഞ്ഞില്ലേ, ഒന്നും മിണ്ടായിരിക്കേ. ഞാൻ മിണ്ടാതിരിക്കാം. മിണ്ടണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ? വാ, വീട്ടിൽ പോവാ. ബൈ അങ്കിൾ, നമുക്ക് നാളെ കളിക്കാവേ കേട്ടോ. നിന്റെ ടാറ്റ കൊടുപ്പൊക്കെ മതി, വാടാ അങ്ങോട്ട്. അരികെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ മിസ്? ഓക്കെ മിസ്റ്റർ. എന്താലേ, നമ്മൾ തമാശക്ക് എടുത്തൊരു വീഡിയോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതെ, വല്ലാതെ പേടിച്ചു പോയി. അതെ, ഇനി ഇങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാനേ പാടില്ല. ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതെ, അതൊക്കെ റെക്കോർഡ് ആവേണ്ടത് നമ്മുടെ മനസ്സിലാ. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ണടച്ച് ഓർത്ത് നോക്കാം. കറക്റ്റ്. സത്യം പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾക്കൊന്നും ഫോൺ കൊടുത്ത് ഇങ്ങനെ എൻകറേജ് ചെയ്യാനേ പാടില്ല. അതെ, അത് വളരെ ശരിയാ. ശശി, നിന്റെ